Economic equilibrium. Economic equilibrium is a condition or a state in which economic forces are balanced. സാമ്പത്തിക ശക്തികൾ അല്ലെങ്കിൽ ഘടകങ്ങൾ ബാലൻസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തെയാണ് economic equilibrium എന്ന് പറയുക. In effect, economic variables remain unchanged from their equilibrium value in the absence of external influences. അത് economic variables മാറ്റമില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം എന്താണ്? അവിടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇടപെടലുകൾ ഇല്ലാത്തത് കൊണ്ട് ഈ വേരിയബിൾസ് ബാലൻസിൽ നിൽക്കുകയാണ്. In economics, equilibrium implies a position of rest characterized by absence of change. എക്കണോമിക്സിൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു റെസ്റ്റിംഗ് പൊസിഷൻ. എന്താ റെസ്റ്റ്? വിശ്രമം എടുക്കുക അല്ലെ? ഒരു വിശ്രമിക്കുന്ന ഒരു എന്താണ് പൊസിഷൻ എന്ന് പറയാം. എന്താണ്? മാറ്റമില്ലാത്ത, ആബ്സെൻസ് ഓഫ് ചേഞ്ച്, അവിടെ മാറ്റമില്ല. Economic equilibrium is also referred to as market equilibrium. ചിലപ്പോഴൊക്കെ economic equilibrium market equilibrium എന്നും പറയാറുണ്ട്. Equilibrium is said to exist in a market where the forces operating from the side of potential buyers exactly offsets the forces operating from the side of potential sellers. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇക്വിലിബ്രിയത്തെ ഈ രീതിയിൽ നമുക്ക് നിർവചിക്കാം. പൊട്ടൻഷ്യൽ ബയേഴ്സും പൊട്ടൻഷ്യൽ സെല്ലേഴ്സും ബാലൻസിലായിരിക്കുന്ന ഒരു സാഹചര്യം. അവിടെ വാങ്ങാൻ വരുന്നവന് വാങ്ങാൻ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി ലഭിക്കുന്നു, വിൽക്കാൻ വരുന്നവന് വിൽക്കാൻ ആഗ്രഹിക്കുന്നു, വിൽക്കാൻ സാധിക്കുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോൾ എന്താണ്? അവിടെ ഡിമാൻഡ് സപ്ലൈയും തുല്യമാകും. It means that when quantity supplied balances the quantity demanded, the market for that commodity reaches equilibrium. അപ്പോൾ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റിയും സപ്ലൈ ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റിയും തുല്യമാകുമ്പോൾ നമുക്ക് പറയാം മാർക്കറ്റിൽ ആ കമ്മോഡിറ്റി ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയാം. For equilibrium to exist, opposing forces must be in balance. അപ്പോൾ ഇക്വിലിബ്രിയം ഉണ്ടാകണമെങ്കിൽ ഈ വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള ഒപ്പോസിംഗ് ആയിട്ടുള്ള ഫോഴ്സസ് ബാലൻസിലായിരിക്കണം. The price at which demand equals supply is the equilibrium price, and the corresponding quantity traded the equilibrium quantity for that price. ഇപ്പൊ ഡിമാൻഡും സപ്ലൈയും തുല്യമാകുന്ന വിലയെ നമുക്ക് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് വിളിക്കാം. ഇക്വിലിബ്രിയം പ്രൈസിൽ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന ക്വാണ്ടിറ്റിയെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. So long as the factors on which demand and supply depend do not change, equilibrium will be maintained period after period. ഇപ്പൊ ഇവിടെ ഡിമാൻഡിനെയും സപ്ലൈയും സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ മാറ്റമില്ലാത്ത കാലം വരെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യപ്പെടും, തുറന്നു പോയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ തുറന്നു പോകും എന്നുള്ളതാണ്. ഇക്വിലിബ്രിയം എന്താണെന്നുള്ളത് ആ ഡയഗ്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. OXൽ നമ്മൾ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്, OYയിൽ നമ്മൾ പ്രൈസ് എടുത്തിട്ടുണ്ട്, SS സപ്ലൈ കർവാണ്, DD ഡിമാൻഡ് കർവാണ്, അത് ഇക്വേറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്, ഇന്റർസെക്ട് പോയിന്റ് ചെയ്യുന്ന പോയിന്റ് ആണ് E എന്ന് പറയുന്നത്. അവിടെ ഡിമാൻഡ് സപ്ലൈ തുല്യമായ പോയിന്റിൽ പ്രൈസ് ഡിറ്റർമിൻ ചെയ്തു, പ്രൈസ് OP ആണ്. ആ OP പ്രൈസിൽ വിൽക്കപ്പെടുന്ന ക്വാണ്ടിറ്റി OQ ആണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, OP ആണ് ഇക്വിലിബ്രിയം പ്രൈസ്. When the market is not in equilibrium, it must be in disequilibrium, which reflects a situation in which demand and supply forces are not in balance. അപ്പോൾ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ അല്ലെങ്കിൽ അതിനെ വിളിക്കുക ഡിസിക്വിലിബ്രിയം എന്ന് വിളിക്കും. ഇവിടെ എന്താ പ്രത്യേകത? ഡിമാൻഡും സപ്ലൈയും എന്തല്ല? ബാലൻസിലല്ല. അപ്പോഴാണ് ഡിസിക്വിലിബ്രിയം ഉണ്ടാവുക.
അല്ലെങ്കിൽ ഒപ്പോസിംഗ് ഫോഴ്സസ് ബാലൻസിൽ അല്ലാത്തപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഡിസ്ഇക്വിലിബ്രിയമാണ്. What the buyers plan to buy do not match what the sellers plan to sell. വിൽപ്പനക്കാരൻ വിൽക്കാൻ ആഗ്രഹിക്കുന്ന ക്വാണ്ടിറ്റിയും വാങ്ങൽക്കാര് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ക്വാണ്ടിറ്റിയും മാച്ച് ചെയ്യില്ല. സോ ദ മാർക്കറ്റ് ഈസ് നോട്ട് ക്ലിയർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ക്ലിയർ ആയിരിക്കില്ല. ചിലപ്പോൾ അവിടെ അധികമായിട്ടുള്ള സപ്ലൈ ഉണ്ടാകാം, ചിലപ്പോൾ അവിടെ ഡിമാൻഡ് കുറവായിരിക്കാം. Either unsold stocks of goods remain or a shortage develops which require interventions by authorities. അപ്പൊ ഇങ്ങനൊരു സാധ്യത ഉണ്ടാകാം. ഒന്നെങ്കിൽ വിൽക്കപ്പെടാത്ത ക്വാണ്ടിറ്റി ഉണ്ടാകാം, അല്ലെങ്കിൽ അവിടെ ഡിമാൻഡ് ഷോർട്ടേജ് ഉണ്ടാകാം, അല്ലെങ്കിൽ എക്സസ് ഡിമാൻഡും ഉണ്ടാകാം. അവിടെ ഗവൺമെന്റ് അധികാരികളുടെ ഇടപെടലുകൾ ആവശ്യമായി വരാം. When the market is not in equilibrium, the role of economic agents becomes very important and relevant. അങ്ങനെ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ അല്ലാതിരിക്കുമ്പോൾ ഇക്കണോമിക് ഏജൻസ് അല്ലെങ്കിൽ അതോറിറ്റി അവരുടെ റോള് വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രസക്തവുമാണ്. ഇൻ ആക്ച്വൽ സിറ്റുവേഷൻ ഇക്വിലിബ്രിയം ഈസ് നെവർ അറ്റൈൻഡ്. സാധാരണ രീതിയിൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. As the market tends towards equilibrium, disturbances occur due to dynamic changes always taking place in the economy, which prevents equilibrium being attained. സാധാരണ രീതിയിൽ ഇക്വിലിബ്രിയം ആയിരിക്കില്ല എന്ന് പറയാൻ കാരണം എന്താണ്? കാരണം ഇക്വിലിബ്രിയത്തിലേക്ക് വരുമ്പോൾ ഈ ഘടകങ്ങളെ സ്വാധീനിക്കുന്ന ഡിമാൻഡ് സപ്ലൈ ഘടകങ്ങളെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും ഘടകങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും. അത് ഇക്കോണമി മൊത്തത്തിൽ ഡിസ്റ്റർബ് ചെയ്യും. അപ്പൊ ഇക്വിലിബ്രിയം ഉണ്ടാകുന്നതിൽ നിന്നും അത് അതിനെ തടയുകയും ചെയ്യും. മറ്റൊന്ന് നമ്മൾ കാണുന്നത് എന്താണ്? ഇക്വിലിബ്രിയത്തിൽ ഒന്നാമത് കാണുന്നത് നമ്മൾ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയമാണ് കാണുന്നത്. സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. According to Professor Mehta, static equilibrium is the equilibrium which maintains itself outside the period of time under consideration. Professor Mehta define ചെയ്ത് എങ്ങനെയാണ്? സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അതൊരു ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണ്. ആ ഇക്വിലിബ്രിയം അത് മെയിൻറ്റെയിൻ ചെയ്യും എപ്പോഴാണ്? നാം കൺസിഡർ ചെയ്യുന്ന ആ പീരീഡ് ഓഫ് ടൈമിന് ശേഷവും ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നതാണ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് നെക്സ്റ്റ് പീരീഡ് ഓഫ് ടൈമിലും ഏത് പീരീഡ് ഓഫ് ടൈമിലും എന്താണ്? അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇറ്റ് ഈസ് സ്റ്റേറ്റ് ഓഫ് ബ്ലിസ് വിച്ച് എവറി ഇൻഡിവിജ്വൽ ഫേം, ഇൻഡസ്ട്രി ഓർ ഫാക്ടർ വാണ്ട്സ് ടു അറ്റൈൻ ആൻഡ് വൺസ് റീച്ച്ഡ് വുഡ് നോട്ട് ലൈക്ക് ടു ലീവ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റിനെ, ഈ ഒരു അവസ്ഥയെ നമുക്ക് അനുഗ്രഹമായി കാണാൻ പറ്റും. ഓരോ ഇൻഡിവിജ്വൽ ഫേമും, ഓരോ ഇൻഡസ്ട്രിയും, ഓരോ ഫാക്ടറും അവരെന്താ ആഗ്രഹിക്കുന്നുവോ, നേടാൻ ആഗ്രഹിക്കുന്നുവോ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് അവർക്ക് മാറാൻ ആഗ്രഹം ഉണ്ടാവില്ല. ആ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ തുടരാൻ ആഗ്രഹിക്കും. കൺസ്യൂമർ ഈസ് ഇൻ ഇക്വിലിബ്രിയം when he gets maximum satisfaction from a given expenditure on different goods and services. കൺസ്യൂമറെ സംബന്ധിച്ച് അവൻ ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കുന്നു. അവൻ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചിരിക്കുന്നു. അവന്റെ കൈവശമുള്ള വിഭവങ്ങൾ, ഇൻകം അവൻ സാധന സേവനങ്ങളിൽ ചെലവഴിക്കുന്നു. അതിൽ നിന്ന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ അവനെ സംബന്ധിച്ച് എന്താണ്? അവിടുന്ന് മാറാൻ ആഗ്രഹമില്ല. Any move on this part to reallocate his expenditure among his purchases will decrease rather than increase his total satisfaction. ഇവിടെ എന്താ പ്രത്യേകത? അവൻ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ഇൻകത്തിൽ ഒരു റീഅലോക്കേഷൻ നടത്തി കഴിഞ്ഞാൽ, എക്സ്പെൻഡിച്ചർ ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് അവന് ഒരു കാരണവശാലും അവന്റെ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ സാധിക്കുകയില്ല. ഇവിടെ ഇപ്പോൾ മാക്സിമം, അതുകൊണ്ട് അവനെ സംബന്ധിച്ച് അവൻ അവിടെ തുടരും. A firm is in equilibrium when its profit is the maximum and it has no incentive to expand or contract its output. ഒരു ഫേം ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം, അതിന്റെ പ്രോഫിറ്റ് അത് മാക്സിമൈസ് ചെയ്യുന്ന ഒരു ഇക്വിലിബ്രിയം. പിന്നീട് അവിടുന്ന് അത് ഔട്ട്പുട്ട് കൂട്ടാനോ കുറയ്ക്കാനോ അവർക്ക് താല്പര്യമില്ല. കാരണം അത് അതിന്റെ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്തിരിക്കുന്നു. It is a position in which neither the adjusting firm have any tendency to leave nor for new firms to enter the industry. അപ്പൊ ഇൻഡസ്ട്രിയിൽ ഉള്ള ഒരു ഫേമിനെ സംബന്ധിച്ച് പുറത്തു പോകാനോ പുറത്തുള്ള ഫേമുകൾക്ക് അതിലേക്ക് പ്രവേശിക്കാനോ ആഗ്രഹം ഉണ്ടാവുകയില്ല. In other words, an industry is in equilibrium
when all firms are earning only normal profits. ഒന്നുകൂടി പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രി എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കുക? അതിലുള്ള എല്ലാ ഫേമുകളും നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യും. The word static is originated from the field of physics. ഫിസിക്സിൽ നിന്നുമാണ് ശരിക്കും സ്റ്റാറ്റിക് എന്ന് പറയുന്ന പദം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. It is used to denote some kind of movement in which speed is constantly maintained. അപ്പൊ ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ചില ഒരു പ്രത്യേക തരത്തിലുള്ള മൂവ്മെന്റ്, അവിടെ സ്പീഡ് ഒരേപോലെ മാറ്റം ഇല്ലാതെ തുടരുന്ന രീതിയിലുള്ള ഒരു മാറ്റം, സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നു, കോൺസ്റ്റന്റ് ആണ്, പക്ഷെ ഒരു പ്രത്യേക തരത്തിലുള്ള മൂവ്മെന്റ് ആണ്. അതിനൊന്നും ശരിക്കും പറഞ്ഞാൽ ഫിസിക്സിൽ നമ്മൾ സ്റ്റാറ്റിക് എന്ന് പറയുക. ഇൻ എക്കണോമിക്സിൽ the concept of static refers to a situation where there is no movement. Where there is a movement. അവിടെ മൂവ്മെന്റ് ഉണ്ട്. എക്കണോമിക്സിൽ സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ അവിടെ ഒരു അവസ്ഥയാണ്, അവിടെ ചെറിയ അവിടെ മൂവ്മെന്റ് ഉണ്ട്. ബട്ട് ദിസ് മൂവ്മെന്റ് ഈസ് കണ്ടിന്യൂസ്. ആ മൂവ്മെന്റ് പ്രത്യേകം എന്താ? അത് കണ്ടിന്യൂസ് ആണ്, തുടർച്ചയോടെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. സർട്ടൺ ആണ്, വ്യക്തമാണ്, റെഗുലർ ആണ്, നിശ്ചിതമാണ്, ആൻഡ് കോൺസ്റ്റന്റ് ആണ്, സ്ഥിരമാണ്. റെഗുലർ ആണ്, സർട്ടൺ ആണ്, കണ്ടിന്യൂസ് ആണ്. അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റിനെയാണ് എക്കണോമിക്സിൽ സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് എക്കണോമിക്സ് ഡസ് നോട്ട് ഡീൽ വിത്ത് ദ അൺഎക്സ്പെക്ടഡ് ചേഞ്ചസ്. ആകസ്മികമായി ഉണ്ടാകുന്ന മാറ്റങ്ങളെ ഒരിക്കലും സ്റ്റാറ്റിക് എക്കണോമിക്സ് കൈകാര്യം ചെയ്യില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അത് പറയില്ല. ഇറ്റ് സ്റ്റഡീസ് ഓൺലി ദ എക്സ്പെക്ടഡ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. പ്രതീക്ഷിക്കപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ കുറിച്ച് മാത്രമാണ് അത് പഠിക്കുക. There are no windfall changes or fluctuations in economic activities. Economic static പറയുമ്പോൾ അവിടെ പെട്ടെന്നുള്ള മാറ്റങ്ങളോ ഉയർച്ച താഴ്ചകളോ ഒന്നും എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഉണ്ടാവുന്നില്ല. സ്റ്റാറ്റിക് എക്കണോമിക്സ് മീൻ ദ സ്റ്റഡീസ് ഫോക്കസിങ് ഓൺലി ഓൺ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. ഒരു പ്രത്യേക ടൈം പീരീഡിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പഠനമാണ് സ്റ്റാറ്റിക്കിൽ നടക്കുക. ഇറ്റ് ഈസ് സിമിലർ ടു ടേക്കിംഗ് എ ഫോട്ടോ. വെൻ യു പ്രസ് ദ ബട്ടൺ for a shot, that the photo is just at a particular point of time. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നിങ്ങളൊരു ഫോട്ടോ എടുക്കുകയാണ്, അതുകൊണ്ട് എന്താണ് ബട്ടൺ പ്രസ് ചെയ്യുന്നു, അല്ലെ? മൊബൈൽ ആയിക്കോട്ടെ, എന്ന് ആയിക്കോട്ടെ, ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ, ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ എന്താണ് ആ സാഹചര്യമാണ് നിങ്ങൾ പകർത്തിയത്. അത് സ്റ്റാറ്റിക്കിന് തുല്യമാണ്. ഇൻ എക്കണോമിക്സ് മോസ്റ്റ് പേപ്പർ ഈസ് എ സ്റ്റാറ്റിക് അനാലിസിസ്. എക്കണോമിക്സിലുള്ള മിക്കവാറും എല്ലാ വർക്കുകളും സ്റ്റാറ്റിക് അനാലിസിസ്. For instance, ഉദാഹരണം പറഞ്ഞാൽ, we say the market is in equilibrium when demand and supply equate one another. ഉദാഹരണം പറഞ്ഞാൽ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലാണ്, ഡിമാൻഡ് സപ്ലൈ തുല്യമാകും. Which is graphically represented by the intersection point of demand and supply curve. നേരത്തെ നമ്മൾ കണ്ടില്ലേ, ഡിമാൻഡ് കർവിന്റെയും സപ്ലൈ കർവിന്റെയും ഒരു ഇന്റർസെക്ഷൻ പോയിന്റിലൂടെ നമുക്ക് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇക്വിലിബ്രിയം കാണിക്കാൻ പറ്റും. This is a static analysis since we just only see the picture at a point of time. ഇതെന്താണ്? ഇത് തീർച്ചയായും ഒരു സ്റ്റാറ്റിക് അനാലിസിസ് ആണ്. അവിടെ ഒരു പോയിന്റ് ഓഫ് ടൈം ഉള്ള പിക്ചർ മാത്രമാണ് നമ്മൾ കാണുന്നത്. Then let us find out what are the features of static economics. Professor Clark has pointed out the features of a static economic. Static economics ന്റെ ഫീച്ചേഴ്സ് അദ്ദേഹം പറയുന്നതാണ്: no change in the population and its composition. ജനസംഖ്യയിൽ മാറ്റമില്ല, അതിന്റെ ഘടനയിൽ മാറ്റമില്ല. No change in the quantity of capital. Capital quantity മാറ്റമില്ല. No change in the techniques of production. ഉൽപാദന രീതിയിൽ മാറ്റമില്ല. No change in the working and organization of industrial units. Industrial യൂണിറ്റുകളുടെ പ്രവർത്തനത്തിലോ സംഘാടനത്തിലോ യാതൊരു മാറ്റവുമില്ല. No change in the habits, taste and fashions of the people. That is, the wants of people remain the same. ആളുകളുടെ അഭിരുചി, എന്താണ്, ഹാബിറ്റുകൾ, ഇതിലൊന്നും യാതൊരു മാറ്റവും. ആളുകളുടെ ആവശ്യങ്ങൾ സ്ഥിരമായി നിൽക്കും. ഇതാണ് എക്കണോമിക് സ്റ്റാറ്റിക്കിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഓക്കെ, ക്ലിയർ?